ഓൺലൈനിലൂടെ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിച്ച ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്നറിയപ്പെടുന്ന കാർലോ അക്യുട്ടിസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ലിയോ 14 മാർപ്പാപ്പയാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. ഇതോടെ മില്ലേനിയൽ കാലത്ത് ജനിച്ച ആദ്യ വിശുദ്ധനാകും കാർലോ. 1925 ഇഹലോകവാസം വെടിഞ്ഞ ഇറ്റാലിയൻ പർവ്വതാരോഹകൻ പിയർ ജോർജിയോ ഫ്രസാറ്റിയെ പർവ്വതാരോഹരുടെ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. ഇറ്റാലിയൻ ദമ്പതിമാരുടെ മകനായി ലണ്ടനിൽ ജനിച്ച അക്വിറ്റീസ് മിലാനിലാണ് വളർന്നത്. സ്വയം കമ്പ്യൂട്ടർ കോഡിംഗ് പഠിച്ചു. 11-ാം വയസ്സിൽ അസീസിയിലെ സ്വന്തം ഇടവകയ്ക്ക് വെബ്സൈറ്റ് ആരംഭിച്ചാണ് വിശ്വാസ പ്രചാരണത്തിന് തുടക്കമിട്ടത്. സൈബർ അപ്പസ്തോലൻ എന്നാണ് അക്വിറ്റീസിനെ വിശേഷിപ്പിക്കുന്നത്. 2006-ൽ 15-ാം വയസ്സിൽ രക്താർബുദത്തെ തുടർന്നാണ് അക്വിറ്റീസ് മരിക്കുന്നത്. ജീൻസും ഷർട്ടും നൈക്കി ഷൂസും ഇട്ട അക്വിറ്റീസിന്റെ ഭൗതികദേഹം അസീസിയിൽ ചില്ലുശവകുടീരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ പദവിയിലേക്ക് അക്വിറ്റീസിനെ ഉയർത്താൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമിതി മെയിൽ തന്നെ തീരുമാനിച്ചിരുന്നു. 2020 ഒക്ടോബർ 10-നാണ് അക്വിറ്റീസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. തന്റെ മകന്റെ ജീവിതവും വിശ്വാസവും ഒരു തലമുറയിലെ യുവാക്കൾക്ക്, പ്രത്യേകിച്ച് ഡിജിറ്റൽ ലോകത്തിന്റെ സങ്കീർണതകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സ്വീകാര്യമാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് അക്വിറ്റീസിന്റെ അമ്മ ആന്റോണിയോ സൽനാണ് പറഞ്ഞിരുന്നു. ഒരു സാധാരണ ജീവിതമായിരുന്നു മകൻ നയിച്ചത്. കായിക വിനോദങ്ങൾ ആസ്വദിക്കുന്ന നല്ല നർമ്മബോധമുള്ള കുട്ടിയായിരുന്നു. മകൻ ചെറുപ്പം മുതലേ അവന്റെ വിശ്വാസം വ്യക്തമാക്കിയിരുന്നു. മിലാനിലെ ഭവനരഹിതരെ സഹായിക്കാനും സഹപാഠികളെ പിന്തുണയ്ക്കാനും അവൻ തന്റെ പോക്കറ്റ് മണി ഉപയോഗിക്കുമായിരുന്നുവെന്നും അമ്മ വ്യക്തമാക്കി.